നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ ജോലി സ്വപ്നം കാണുന്ന മലയാളികൾക്കിതാ പുതിയ അവസരങ്ങൾ. ഓസ്ട്രേലിയയിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ നിരവധി ഒഴിവുകൾ ലഭ്യമാണ്. അതിൽ വിദേശ അപ്ലിക്കൻസിന് വിസ സ്പോൺസർഷിപ്പ് ലഭ്യമാകുന്ന ജോലികളും ഉൾപ്പെടുന്നു. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രേലിയ പോസ്റ്റ് ആണ്. ഓസ്ട്രേലിയ പോസ്റ്റിന്റെ ഒഫീഷ്യൽ കരിയേഴ്സ് പോർട്ടൽ ഇപ്പോൾ പാഴ്സൽ സോർട്ടർ, മെയിൽ ഓഫീസർ, ഫ്രൈറ്റ് ഹാൻഡ്ലർ, ഫോർക്ലിഫ്റ്റ് ഡ്രൈവർ, പാഴ്സൽ സോർട്ടർ, ഡെലിവറി ഡ്രൈവർ തുടങ്ങിയ വിവിധ ഒഴിവുകൾ കാണാം. ചില വേക്കൻസീസ് ഇന്ന് തന്നെ പുതുതായി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാഴ്സൽ സോർട്ടർ പോലുള്ള ജോലികൾ വെയർഹൌസ്, മോൾ ആൻഡ് പാഴ്സൽ പ്രോസസ്സിംഗ് മേഖലകളിലാണ്. ഓസ്ട്രേലിയ പോസ്റ്റിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഡെലിവറി ഡ്രൈവർ, മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർ തുടങ്ങിയ ഡെലിവറി ജോലികളും നിലവിലുണ്ട്. സീസണൽ ഹയറിംഗിലും അവസരങ്ങളുണ്ട്. മെയിൽ ആൻഡ് പാഴ്സൽ പ്രോസസ്സിംഗ് മേഖലയിൽ സീസണൽ വേക്കൻസീസ് ഇപ്പോൾ ലഭ്യമാണ്. അടുത്തതായി ഏജ്ഡ് കെയർ മേഖല. ഓസ്ട്രേലിയൻ യൂണിറ്റിയിൽ ഹോം കെയർ സപ്പോർട്ട് വർക്കർ, ഏജ്ഡ് കെയർ എന്നീ വേക്കൻസി ഇപ്പോൾ ലഭ്യമാണ്. പരിചയമുള്ളവർക്കും ഈ മേഖലയിലേക്ക് പുതുതായി കടന്നുവരുന്നവർക്കും അവസരങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വേക്കൻസിയിൽ പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി മേഖലയിലും വിസ സ്പോൺസർഷിപ്പ് അവസരങ്ങൾ കാണുന്നുണ്ട്. സീക്കിന്റെ ഒഫീഷ്യൽ എംപ്ലോയ്മെന്റ് ലിങ്കിൽ ഹെഡ് ഷെഫ്, അതുപോലെ തന്നെ കുക്ക് തുടങ്ങിയ സ്പോൺസർഷിപ്പ് റിലേറ്റഡ് വേക്കൻസീസ് ലഭ്യമാണ്. ഉദാഹരണത്തിന് ഹെഡ് ഷെഫ് വേക്കൻസിയുണ്ട്. 70,000 മുതൽ $80,000 വരെയാണ് ആനുവൽ സാലറി കാണിക്കുന്നത്. എന്നാൽ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നത് എംപ്ലോയറിന്റെ എലിജിബിലിറ്റിയും കാൻഡിഡേറ്റിന്റെ ക്വാളിഫിക്കേഷനും അനുസരിച്ചായിരിക്കും. IT മേഖലയിലും വലിയ അവസരങ്ങളുണ്ട്. സീക്കിൽ ഫുൾ ടൈം വിസ സ്പോൺസർഷിപ്പ് IT ജോബ്സ് 100 കണക്കിന് കാണുന്നുണ്ട്. സോഫ്റ്റ്വെയർ, ഡേറ്റ ടെക്നോളജി, IT സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച് വേക്കൻസീസ് പരിശോധിക്കാം. എഞ്ചിനീയറിംഗ്, സ്കിൽഡ് ട്രേഡ്സ്, ഹെൽത്ത് കെയർ, ഏജ്ഡ് കെയർ, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും ഓസ്ട്രേലിയയിൽ വിദേശ തൊഴിലാളികൾക്ക് അവസരങ്ങൾ ധാരാളമുണ്ട്. മലയാളികൾക്കും യോഗ്യതയനുസരിച്ച് അപേക്ഷിക്കാവുന്ന പ്രമുഖ കമ്പനികളുടെ നിലവിലെ കരിയർ ഓപ്പണിംഗ്സ് നമുക്കൊന്ന് നോക്കാം. BHP, ഓസ്ട്രേലിയയിലെ പ്രമുഖ മൈനിങ് കമ്പനിയായ BHPയിൽ വിവിധ മേഖലകളിൽ വേക്കൻസീസ് ഇപ്പോൾ ഒഴിവുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഖനന കമ്പനികളിൽ ഒന്നായ BHP ആസ്ഥാനം മെൽബൺ ആണ്. വിക്ടോറിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ബഹുരാഷ്ട്ര സ്ഥാപനമാണ് ഇത്. ഇരുമ്പ്, അയിര്, ചെമ്പ്, കൽക്കരി തുടങ്ങിയവ ഇത് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നു. അണ്ടർഗ്രൗണ്ട് എൻട്രി ലെവൽ മൈനേഴ്സ്, ഒളിമ്പിക് ഡാം, ട്രെയിൻ ഡ്രൈവേഴ്സ്, WA അയൺ ഓർ, അതുപോലെ തന്നെ വെന്റിലേഷൻ എഞ്ചിനീയർ, ഒളിമ്പിക് ഡാം, സീനിയർ പ്രൊഡക്ഷൻ എഞ്ചിനീയർ, അണ്ടർഗ്രൗണ്ട് മൈനിങ്, HV ഇലക്ട്രീഷ്യൻ, ഒളിമ്പിക് ഡാം, എമർജൻസി സർവീസസ് ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് മൈനിങ് എഞ്ചിനീയർ, മെറ്റലർജിസ്റ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ അവസരങ്ങളാണ് ഇതെല്ലാം. BHPയുടെ ഓസ്ട്രേലിയൻ കരിയേഴ്സ് പോർട്ടലിൽ നിലവിലെ വേക്കൻസീസ് പരിശോധിച്ച് യോഗ്യതയുള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാം. BHPക്ക് ഓസ്ട്രേലിയയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവസരങ്ങളുണ്ട്. ഓരോ തസ്തികയ്ക്കും ശമ്പളം വ്യത്യസ്തമാണ്. വേക്കൻസി അനുസരിച്ചാണ് സാലറി പാക്കേജ് ഉള്ളത്. പിന്നെ വൂൾവർത്ത് ഗ്രൂപ്പിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. റീറ്റെയിൽ ആൻഡ് സൂപ്പർ മാർക്കറ്റ് ജോബ്സ് ആണ്. ഓസ്ട്രേലിയയിലെ പ്രമുഖ ഒരു വൂൾവർത്ത് ഗ്രൂപ്പാണ്. ഇപ്പോൾ അവിടെ പുതിയ വേക്കൻസീസ് ധാരാളം വന്നിട്ടുണ്ട്. സ്റ്റോർ ടീം മെമ്പർ, സൗത്ത് ഓസ്ട്രേലിയ, 24 ഓഗസ്റ്റിനാണ് ഈ ഒഴിവ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ക്വീൻസ്ലാൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലും സ്റ്റോർ റീറ്റെയിൽ വിഭാഗത്തിൽ വേക്കൻസീസ് ലഭ്യമാണെന്നാണ് കാണിക്കുന്നത്. റീറ്റെയിൽ ഓപ്പറേഷൻസ്, സ്റ്റോർ ടീം മെമ്പർ, അസിസ്റ്റന്റ് മാനേജർ വിഭാഗങ്ങളിൽ ഒഴിവുകളുണ്ട്. ബേക്കറി ആൻഡ് സൂപ്പർ മാർക്കറ്റ് വിഭാഗത്തിൽ ഒഴിവുകളുണ്ട്. ഓരോ പൊസിഷനും ശമ്പളം വ്യത്യസ്തമാണ്. ജോബ് അഡ്വർടൈസ്മെന്റിൽ റെമ്യൂണറേഷൻ നിങ്ങളൊന്ന് പരിശോധിക്കണം. പിന്നെ റിയോ ടിൻറ്റോയിൽ ഒഴിവുകളുണ്ട്. എഞ്ചിനീയറിംഗ് ആൻഡ് മൈനിങ് കരിയേഴ്സ് ആണുള്ളത്. അതൊരു വലിയ ഓസ്ട്രേലിയൻ എംപ്ലോയറാണ്. ഒഫീഷ്യൽ കരിയേഴ്സ് പോർട്ടലും മൈനിങ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ ലഭ്യമാണെന്ന് കാണുന്നു. എഞ്ചിനീയറിംഗ്, മൈനിങ്, ടെക്നിക്കൽ ഗ്രാജുവേറ്റ് തുടങ്ങിയ കരിയർ ഏരിയസ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. റിയോ ടിൻറ്റോ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. റിയോ ടിൻറ്റോയുടെ ചില 2026 ഇന്റേൺഷിപ്പ് ഗ്രാജുവേറ്റ് വേക്കൻസിക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ നിന്നുള്ള വർക്ക് റൈറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്നവർ ഓരോ വേക്കൻസിയുടെയും എലിജിബിലിറ്റി നിർബന്ധമായും പരിശോധിക്കണം. ഓസ്ട്രേലിയയിലേക്ക് ജോലി നോക്കുന്നവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, ആദ്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് പ്ലസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് പ്ലസ് വർക്ക് റൈറ്റ് വിസ എലിജിബിലിറ്റി പരിശോധിക്കുക. ജോബ് വേക്കൻസി ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് മാത്രം വിസ സ്പോൺസർഷിപ്പ് ഉറപ്പാണെന്ന് കരുതരുത്. സ്പോൺസർഷിപ്പ് ലഭ്യമാണോ എന്ന് ഓരോ ജോബ് അഡ്വർടൈസ്മെന്റിലും പ്രത്യേകം പരിശോധിക്കണം.
ഓസ്ട്രേലിയയിൽ ജോലി നേടാൻ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് സ്കിൽഡ് മൈഗ്രേഷൻ വിസയോ തൊഴിലുടമ സ്പോൺസർഷിപ്പോ ആവശ്യമാണ്. ആരോഗ്യരംഗം, IT, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന തൊഴിലവസരങ്ങളുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റ് പരിശോധിക്കുക. പ്രധാന വിസ എന്ന് പറയുന്നത് സ്കിൽഡ് മൈഗ്രേഷൻ വിസ. സ്പോൺസർഷിപ്പ് ഇല്ലാതെ പോയിന്റ് സമ്പ്രദായം വഴി അപേക്ഷിക്കാം. ഇതിനായി സ്കിൽ സെലക്ട് വഴി താൽപ്പര്യപത്രം സമർപ്പിക്കണം. എംപ്ലോയർ സ്പോൺസേഡ് വിസയുണ്ട്. ഓസ്ട്രേലിയൻ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര വിസകളാണ്. വർക്കിംഗ് ഹോളിഡേ വിസയുണ്ട്. 18 വയസ്സ് മുതൽ 35 വയസ്സിനിടയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനും അവധിക്കാലം ആഘോഷിക്കാനുമുള്ള അവസരമാണ് ഈ വിസയിലൂടെ ലഭിക്കുന്നത്. പ്രധാന യോഗ്യതകൾ പ്രസക്തമായ ജോലി പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയും, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന ടെസ്റ്റ് സ്കോർ, IELTS അല്ലെങ്കിൽ PTE, തൊഴിൽ നൈപുണ്യം വിലയിരുത്തുന്ന സ്കിൽ അസസ്മെന്റ്. പ്രധാന മുന്നറിയിപ്പ്: ജോലി ലഭിക്കാൻ ആരും റിക്രൂട്ട്മെന്റ് ഫീ ആവശ്യപ്പെട്ടാൽ പണം നൽകരുത്. റിയോ ടിൻറ്റോ പോലുള്ള കമ്പനികൾ റിക്രൂട്ട്മെന്റ് സമയത്ത് പേയ്മെന്റ് ആവശ്യപ്പെടില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വിദേശ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യൂ. ഒപ്പം തന്നെ തൊഴിൽജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.